നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകരോടുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നിരന്തരമായ രോഷപ്രകടനങ്ങളിലും കയർത്ത് സംസാരത്തിലും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി CPM കേന്ദ്ര നേതൃത്വം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള രീതിയല്ല. ഇതിനു മുമ്പ് പലതവണ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ മാധ്യമങ്ങളോട് വളരെ മോശമായിട്ടും അല്ലെങ്കിൽ അവരോട് കയർത്തും അവരോട് രൂക്ഷമായും സംസാരിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നു വരുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിനിടെ മാധ്യമങ്ങളോട് പിണറായി നടത്തിയ രൂക്ഷമായ പ്രതികരണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ മങ്ങലേൽപ്പിച്ചെന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഈ നിർണായക ഇടപെടൽ. ഇത്തരത്തിലുള്ള പരസ്യമായ രോഷപ്രകടനങ്ങൾ ഭാവിയിൽ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പിണറായിയോട് ആവശ്യപ്പെടാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. തിരഞ്ഞെടുപ്പ് തിരിച്ചടിയെ തുടർന്ന് പ്രതിപക്ഷ നിരയിലേക്ക് മാറിയ സാഹചര്യത്തിൽ മാധ്യമങ്ങളെ പൂർണ്ണമായും അകറ്റി നിർത്തുന്നത് പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കേന്ദ്ര നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സർക്കാരിന്റെ അഴിമതികളും വീഴ്ചകളും ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ മാധ്യമങ്ങളെ ചേർത്ത് പിടിച്ചേ മതിയാകൂ. അല്ലാത്തപക്ഷം ഭരണപക്ഷത്തിനെതിരെയുള്ള പോരാട്ടം വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും അതിന് മാധ്യമങ്ങളുമായുള്ള നല്ല ബന്ധം അനിവാര്യമാണെന്നുമാണ് കേന്ദ്ര കമ്മിറ്റിയുടെ പൊതുവികാരം. ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ ഇടവേള വേളയിലാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ ക്ഷുഭിതനായത്. യോഗത്തിനിടയിൽ കേരള ഹൗസിലേക്ക് എത്തിയ അദ്ദേഹത്തോട് വിഴിഞ്ഞം വിഷയത്തിലെ പാർട്ടിയിലെ ഭിന്നതകളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ അഭിപ്രായം തേടാൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. നിങ്ങളുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും, വടിയും നീട്ടിപ്പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു മാധ്യമപ്രവർത്തകരെ നോക്കി പിണറായി വിജയൻ രോഷത്തോടെ പ്രതികരിച്ചത്. മുമ്പും മാധ്യമങ്ങളോട് സമാനമായ രീതിയിൽ പെരുമാറിയിട്ടുള്ള പിണറായിയുടെ ഡൽഹിയിലെ ഈ പ്രതികരണം വീണ്ടും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അന്ന് രാവിലെയും കേരള ഹൗസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പിണറായി വിജയൻ കയർത്ത് സംസാരിച്ചിരുന്നു. കേരള ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ഔദ്യോഗിക വാഹനത്തിൽ കയറുന്നതിനിടെ മാധ്യമപ്രവർത്തകർ അടുത്തേക്ക് തടിച്ചുകൂടിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിങ്ങൾക്ക് ന്യൂസ് വേണമെന്ന് വെച്ച് വാതിലടക്കേണ്ടേ എന്നായിരുന്നു പിണറായി ചോദിച്ചത്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും കടക്ക് പുറത്ത് ഉൾപ്പെടെയുള്ള പ്രയോഗങ്ങളിലൂടെ മാധ്യമങ്ങളോട് കടുത്ത അതൃപ്തി കാണിച്ചിട്ടുള്ള നേതാവാണ് പിണറായി വിജയൻ. എന്നാൽ പാർട്ടി പ്രതിപക്ഷത്തായ ശേഷവും ഇതേ പെരുമാറ്റം തുടരുന്നത് പാർട്ടിക്കും അണികൾക്കും ഒരുപോലെ തിരിച്ചടിയാകുന്നു എന്നാണ് വിലയിരുത്തൽ. ജനങ്ങളിലേക്ക് പാർട്ടിയുടെ ആശയങ്ങൾ എത്തുന്നതിൽ ഈ ശൈലി വലിയ തടസ്സമാകുന്നുണ്ട്. പിണറായിയുടെ ഇത്തരം വ്യക്തിഗതമായ രോഷങ്ങളും പെരുമാറ്റ രീതികളും CPMനെ കേരളത്തിൽ കൂടുതൽ തകർക്കുമോ എന്ന ഭയം സാധാരണ പ്രവർത്തകർക്കിടയിലുമുണ്ട്. തോൽവിക്ക് ശേഷമുള്ള ഈ ഘട്ടത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതിന് പകരം മാധ്യമങ്ങളോട് ഏറ്റുമുട്ടുന്നത് ജനങ്ങളിൽ കൂടുതൽ അതൃപ്തി ഉണ്ടാക്കാനേ സഹായിക്കൂ. ഈ പശ്ചാത്തലത്തിലാണ് പിണറായി വിജയന് വ്യക്തമായ തിരുത്തൽ നിർദ്ദേശങ്ങൾ നൽകാൻ CPM കേന്ദ്ര നേതൃത്വം തയ്യാറെടുക്കുന്നത്. പൊതുസ്ഥലങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും മാധ്യമങ്ങളോട് കൂടുതൽ സംയമനത്തോടും സഹിഷ്ണുതയോടും കൂടി പെരുമാറണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കും. പ്രമുഖ കേന്ദ്ര നേതാക്കൾ തന്നെ വിഷയത്തിൽ പിണറായിയുമായി സംസാരിക്കും. പ്രതിപക്ഷ നേതാവെന്ന പദവിയുടെ ഭാരം ഉൾക്കൊണ്ട് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പോരാടാൻ മാധ്യമങ്ങളെ ആയുധമാക്കുകയാണ് വേണ്ടത്. അതിന് പകരം മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി പോരാടാൻ ശ്രമിച്ചാൽ അത് ഭരണപക്ഷത്തിന് മാത്രമേ ഗുണം ചെയ്യൂ എന്ന് പാർട്ടി വിലയിരുത്തുന്നു. വരുന്ന മാസങ്ങളിൽ സംസ്ഥാനത്ത് പാർട്ടി പുനഃസംഘടനയും തിരുത്തൽ നടപടികളും നടക്കാനിരിക്കെ പിണറായി വിജയൻ തന്റെ ശൈലി മാറ്റം മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും കൂടുതൽ സൗഹൃദപരമായി പെരുമാറുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ ഈ മുന്നറിയിപ്പ് പിണറായി വിജയൻ ഉൾക്കൊള്ളുമോ എന്നത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അതോ തന്റെ നിലപാട് മാറ്റാൻ താല്പര്യമില്ലാത്തതിനാൽ മാധ്യമങ്ങളോടുള്ള ഈ കയർക്കൽ അദ്ദേഹം തുടരുമോ എന്നുള്ളതുകൂടി കണ്ടറിയണം. ഇത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ടായിരുന്നു. പലരും ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് എന്നാണ് കരുതിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ചില കമന്റുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഉയരുന്നുണ്ട്. അതായത് മാധ്യമപ്രവർത്തകർ അവരുടെ ജോലിയാണ് എന്താണ് കൂടുതൽ വാർത്താ വിശദാംശങ്ങൾ എന്നുള്ളത് ചോദിച്ചറിയുക എന്നുള്ളത്. അതിന് അദ്ദേഹത്തിന് അപ്പോൾ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഇപ്പോൾ മറുപടിയും ഒന്നും പറയാനില്ല എന്ന് അദ്ദേഹത്തിന് പറയാം. വളരെ മാന്യമായ രീതിയിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാം. എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല, പിന്നീട് ഞാൻ പറഞ്ഞോളാം. പക്ഷേ ആ വടിയും പിടിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ കൂടിയിട്ടുള്ള മാധ്യമപ്രവർത്തകരെയൊക്കെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റവും സംസാരവുമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ G. സുധാകരനെതിരെയും ഒരു കൂട്ടം CPM പ്രവർത്തകർ അദ്ദേഹം ഒരു പൊതു സ്ഥലത്തെത്തിയപ്പോൾ
വളഞ്ഞിട്ട് അദ്ദേഹത്തെ പല ചോദ്യങ്ങൾ ചോദിച്ച് അപമാനിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും വിമർശനം ഉയർന്നിരുന്നു. കാരണം ഈ ധാർഷ്ട്യം നിറഞ്ഞിട്ടുള്ള പൊതുമധ്യത്തിൽ മുതിർന്ന ഒരു നേതാവിനെ ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഇത് വലിയ വിപ്ലവമാണ് എന്ന് കരുതി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അതിനെ മുഖത്തടിച്ച പോലെ മറുപടി പറയും. കാരണം ജനങ്ങൾ ഇതൊന്നും തന്നെയല്ല ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഒരു ഭയവുമില്ലാതെ അല്ലെങ്കിൽ വളരെ എപ്പോൾ വേണമെങ്കിലും ചെന്ന് പറയാൻ സാധിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. അല്ലാതെ അധികാരത്തിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും വെച്ചുകൊണ്ട് പെരുമാറാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ജനം മറുപടി പറയും. ഇപ്പോൾ തോൽപ്പിച്ചതുപോലെയുള്ള തോൽവി തന്നെയായിരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വരുന്ന 5 വർഷം കഴിഞ്ഞാലും CPM-നെ കേരളത്തിലെ ജനങ്ങൾ നൽകാൻ പോകുക എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട.